Hi all, welcome to Reliant Institute of Technology. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വെർട്ടിക്കൽ ബ്രേസ് ആണ് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോളം പ്ലേസ് ചെയ്തു, ബീം പ്ലേസ് ചെയ്തു, പിന്നെ ഹൊറിസോണ്ടൽ ബ്രേസ് ആയിരുന്നു ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പ്ലേസ് ചെയ്തത്. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പോകേണ്ടത്. ഹൊറിസോണ്ടൽ ബ്രേസ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വെർട്ടിക്കൽ ബ്രേസ്, എലിവേഷനിൽ കൊടുക്കുന്നതാണ് വെർട്ടിക്കൽ ബ്രേസ്. അപ്പോൾ നമുക്ക് ഗ്രിഡ് 1 തന്നെ ആദ്യം ചെയ്യാം. ഗ്രിഡ് 1 വെർട്ടിക്കൽ ബ്രേസ്. അപ്പോൾ ഡിസൈൻ ഡ്രോയിങ് നോക്കിയാൽ ഗ്രിഡ് 1 നോക്കിയാൽ ഇവിടെ വെർട്ടിക്കൽ ബ്രേസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെർട്ടിക്കൽ ബ്രേസിൽ അവരെന്താ പറയുന്നത്, സെക്ഷൻ സൈസ്. നമ്മൾ ഹൊറിസോണ്ടൽ ബ്രേസ് പ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ 100 mm മൂവ് ചെയ്ത് വെച്ചായിരുന്നു. കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് 100 mm മൂവ് ചെയ്ത് വെച്ചു. വെർട്ടിക്കൽ ബ്രേസ് പ്ലേസ് ചെയ്യുമ്പോൾ ബീമിൻ്റെ സെൻറ്ററിൽ നിന്ന് 150 മൂവ് ചെയ്യണം ടിപ്പിക്കൽ. അപ്പോൾ നമുക്ക് അതേപോലെ പ്ലേസ് ചെയ്യണം. പിന്നെ ഇവിടെ ഇവർ പറയുന്നത് ഡീറ്റെയിൽ 12 ആണ്. നമ്മൾ ഡീറ്റെയിൽ 3A ഹൊറിസോണ്ടൽ ബ്രേസ് പ്ലേസ് ചെയ്തപ്പോൾ എടുത്തല്ലേ, അതേപോലെ ഇവിടെ കോൾ ഔട്ട് ചെയ്തേക്കുന്ന ഡീറ്റെയിൽ 12. പിന്നെ സെക്ഷൻ സൈസ് ഇവിടെ പറയുന്ന എത്രയാണ്, ടി കട്ട് ഫ്രം UC 150 to 123. UC 152 എന്ന് വെച്ചാൽ കോളത്തിന് ഉപയോഗിച്ച പ്രൊഫൈൽ ഒരു ഐ സെക്ഷനാണ്. ആ ഐ സെക്ഷൻ നേരെ പകുതിയാക്കിയാൽ 2 T സെക്ഷൻ കിട്ടും. അങ്ങനെ ഒരു T സെക്ഷൻ എടുത്ത് പ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ മാനുവലി കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ടെക്നിലുണ്ട്. പക്ഷേ കണക്ഷൻ കൊടുക്കുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഓട്ടോ സിസ്റ്റം കണക്ഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ UC 152 കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു T സെക്ഷൻ, അതേ സ്പെസിഫിക്കേഷൻ T സെക്ഷൻ നമുക്ക് പ്രൊഫൈൽ കാറ്റലോഗിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ അത് സ്പെസിഫിക്കേഷൻ എങ്ങനെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് 1 നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രിഡ് 1 എടുത്തു. നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കണം വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്യണം. ഇവിടെ വർക്ക് പ്ലെയിൻ കിടക്കുന്ന നോക്കിയേ, ZX കിടക്കുന്നത്. നമ്മൾ വർക്ക് പ്ലെയിൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യില്ല, ഇല്ലെങ്കിൽ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോവും. വർക്ക് പ്ലെയിൻ പാരലൽ ടു വ്യൂ പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടോ, YX കിടക്കുന്നത്. ഇനി ഇപ്പോൾ ഇതാണ് കോളത്തിൻ്റെ സെക്ഷൻ സൈസ്. ഇതിൻ്റെ ഇവിടെ കാറ്റലോഗിൽ പോയി കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ കാണിക്കും. ഇതിൽ ഈ ഹൈറ്റ് മാത്രമേ മാറുള്ളൂ. 152 എന്നുള്ളത് നമുക്ക് 76 ആവണം. ബാക്കി ഫ്ലാഞ്ച് കൊടുത്തൊക്കെ 152 കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു T സെക്ഷൻ നമുക്ക് കാറ്റലോഗിൽ നിന്ന് എടുക്കാം. T പ്രൊഫൈൽ UKT 152 ഏറ്റവും ആദ്യത്തെ പ്രൊഫൈൽ മാച്ച് ആവും. ഉണ്ടോ, 76 152. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പോകുന്ന പോലെ സ്റ്റീലിൽ പോയി ബീം എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ നമുക്ക് ബ്രേസ് എന്ന് പറഞ്ഞ് ലോഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഹൊറിസോണ്ടലിന് H ഡോട്ട് കൊടുത്തു. ഇവിടെ V ഡോട്ട് ബ്രേസിങ്. പ്രൊഫൈല് നമ്മൾ പറഞ്ഞായിരുന്നു, T പ്രൊഫൈലിൽ UKT 152 ഏറ്റവും ആദ്യത്തെ സെക്ഷൻ പ്ലേസ് ചെയ്തു. ഇനി മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഈ പ്രോജക്റ്റിൽ S275 ഫോളോ ചെയ്യുക. കളറ് മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ കളറിലോട്ട് ഇടാം. പാർട്ട് പ്രിഫിക്സ് M തന്നെ ഫോളോ ചെയ്യാം. അസംബ്ലി പ്രിഫിക്സ് ഹൊറിസോണ്ടൽ ബ്രേസിന് HBR ആയിരുന്നു, വെർട്ടിക്കൽ ബ്രേസ് വരുമ്പോൾ VBR. ഇനി പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്ന് ബീമിൻ്റെ സെൻറ്റർ വരെ പ്ലേസ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ ലൈൻ ഓൺ ചെയ്യണമെങ്കിൽ ഇതൊന്ന് സൂം ചെയ്ത് ചെക്ക് ചെയ്യണം. സെൻറ്ററിൽ തന്നെ സെൻറ്റർ ലൈൻ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെൻറ്റർ ലൈൻ ഇതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡിസ്പ്ലേയിൽ എടുത്തു. വ്യൂ പ്രോപ്പർട്ടി ഡിസ്പ്ലേയിൽ അഡ്വാൻസ് ഓപ്ഷനിൽ വേണമെങ്കിൽ സെൻറ്റർ ലൈൻ ഓൺ ചെയ്യാം. റെഫറൻസ് ലൈൻ ഓൺ ചെയ്യണമെങ്കിൽ റെഫറൻസ് ലൈനും ഓൺ ചെയ്യാം. പക്ഷേ കൺഫ്യൂഷൻ വരരുത് 2 ലൈനും കൂടി. ഞാനിപ്പോൾ എന്തായാലും റെഫറൻസ് ലൈൻ മാത്രമേ ഓൺ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിപ്പോൾ കിടക്കുന്ന റൊട്ടേഷൻ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് റൊട്ടേഷൻ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഡ്രോയിങ് നോക്കിയിട്ട് ഡ്രോയിങ്ങിൽ കിടക്കുന്ന ഡീറ്റെയിൽ 12 നമുക്ക് എടുക്കാം. ഡീറ്റെയിൽ 12 കാണിച്ചേക്കുന്നുണ്ട് T സെക്ഷൻ്റെ ഫ്ലാഞ്ച് ആണ് ഈ മേളിൽ കാണുന്നത്, വെബ് താഴോട്ട് ഫേസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 28 കൊടുത്തതുപോലെ ഇവിടെ 45 ആണ് വർക്കിംഗ് പോയിന്റ് ലൈൻ പോകേണ്ടത്. പിന്നെ 150 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ്സും കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ 150 പറഞ്ഞേക്കുന്നത്. ബാക്കിയെല്ലാം ബീമിൻ്റെ ടോപ്പിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്, ബീമിൻ്റെ സെൻറ്ററിൽ നിന്ന്. എല്ലാ ബീമിൻ്റെ സെൻറ്ററിൽ നിന്ന് 150, ഇവിടെ നിന്ന് 150 അങ്ങനെ. പക്ഷേ ഏറ്റവും ബോട്ടത്തിൽ വരുമ്പോൾ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് കഴിഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പോൾ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് ബേസ് പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ ഇവിടെ ബേസ് പ്ലേറ്റ് ഡീറ്റെയിലാണ് ഇവിടെ പറയുന്നുണ്ട് 16 mm തിക്ക് ബേസ് പ്ലേറ്റ്. അപ്പോൾ 16 കൂടി നമുക്ക് അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കണം 150-ഒപ്പം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റൊട്ടേഷൻ ചെക്ക് ചെയ്യണം ആദ്യം, അല്ലേ? റൊട്ടേഷൻ നമുക്ക് നോക്കണം. അപ്പോൾ റൊട്ടേഷൻ നോക്കാനായിട്ട് ഇതേ ടൈപ്പ് തന്നെയാണോ എന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഇതല്ല, ഇപ്പോൾ വെബാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഈ റൊട്ടേഷൻ ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടി ആദ്യം തന്നെ സെലക്ട് ചെയ്ത് പൊസിഷനിൽ റൊട്ടേഷനിൽ അടുത്തൊരു ഓപ്ഷൻ ഇട്ട് നോക്കാം. പക്ഷേ ഫ്ലാഞ്ച് താഴെ വന്നേക്കുന്നത്. ആസ് പെർ ഡിസൈൻ ഫ്ലാഞ്ച് മേളിൽ വേണം വരാനായിട്ട്. അപ്പോൾ ഇവിടെ ബാക്ക് ഒന്ന് ഇട്ട് നോക്കിയാൽ ഇവിടെ വന്നു. ഇപ്പോൾ കറക്റ്റായി വന്നു.
ഇനി നമുക്ക് മൂവ് ചെയ്യണം. 150 അല്ലേ മൂവ് ചെയ്യാൻ പറഞ്ഞു. ഇതുണ്ടോ, ഇത് പിക്കിംഗ് പോയിൻ്റ് കറക്റ്റ് അല്ല, കറക്റ്റ് സെൻറ്ററിൽ തന്നെ വന്ന് വേണം കിടക്കാനായിട്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് 150 ഡ്രാഗ് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് കഴിഞ്ഞിട്ട് 150 വേണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതും കൊടുത്തു. ഇനി നമുക്ക് പൊസിഷൻ നോക്കണം. പൊസിഷൻ ഡിസൈനിൽ എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? 45 വേണം പാസ് ചെയ്യാൻ. നമുക്കിപ്പോൾ കിടക്കുന്നത്, ഇപ്പോൾ മിഡിൽ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ഇപ്പോൾ എത്രയിലാണ് കിടക്കുന്നത്? എഫ് ഞെക്കി കഴിഞ്ഞാൽ വർക്കിംഗ് പോയിന്റിൽ നിന്നും ഫ്ലാഞ്ചിൻ്റെ ഈ പോർഷൻ വരെ 38.05. ഇപ്പോൾ 45 നിന്നും 38.05 മൈനസ് ചെയ്താൽ കിട്ടുന്ന ആ ഡിസ്റ്റൻസ് വേണം ഇങ്ങോട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 45 - 38.05 എന്ന് പറയുന്നത് 6.95 പ്ലസ് ഓർ മൈനസ് ആയിരിക്കും കേട്ടോ. നമ്മളത് നോക്കണം, മോഡിഫൈ ചെയ്യുക. ഇതാണ് ഇപ്പോൾ മൂവ് ആയത്, ഇപ്പുറത്തോട്ടാണ് മൂവ് ആയത്. നമുക്കപ്പോൾ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണം, എൻ്റർ ചെയ്യാം. ഇനി ഇത് റീഡ്രോ ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 45. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഫില്ല് ചെയ്യാമെന്നല്ല. ഈ പ്രോപ്പർട്ടി അല്ല ക്ലയൻറ്റിന് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. ഈ പ്രോപ്പർട്ടി ഫില്ല് ചെയ്ത പ്രകാരം ഇവിടെ ഡിസൈൻ പ്രകാരം റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് സോഫ്റ്റ്വെയറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വന്നില്ലല്ലോ, സോഫ്റ്റ്വെയറിൽ ചെയ്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് റീസൺ അല്ല. ഡിസൈൻ പ്രകാരം ഇവിടെ വരണം. ഈ വരാൻ വേണ്ടി പൊസിഷനിൽ ഈ പ്രോപ്പർട്ടിയിൽ എന്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി 2 ഡയറക്ഷനിൽ വർക്കിംഗ് പോയിന്റ് ലൈൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ 45 സെറ്റ് ചെയ്തു. ഇനി സൈഡ് വ്യൂ എടുത്ത് നോക്കണം. സൈഡ് വ്യൂ നമുക്ക് 3D നോക്കിയാൽ ഇപ്പം മിഡിലാണ് കിടക്കുന്നത് അല്ലേ, മൂന്നാമത്തെ ഓപ്ഷൻ മിഡിൽ. അപ്പോൾ ഇവിടെയും കുഴപ്പമില്ല, മിഡിൽ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഡിസൈൻ ഡ്രോയിങ് നോക്കിയാൽ ഇവിടെ സെക്ഷൻ എമ്മിലും ഏകദേശം മിഡിൽ പോലെ കാണുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട്, ഒരു 9 mm മൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമുക്ക് ഗ്രാജുവലി പിന്നീട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ഞാൻ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് വേറൊരു ടിപ്സും കൂടി നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാനുവലി ചെയ്യാൻ പറയുന്നത്. ആ സമയത്ത് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് തൽക്കാലം 9 mm മൂവ് ചെയ്യേണ്ട മിഡിൽ എന്ന് പറഞ്ഞ് കിടന്നാൽ മതി. അതായത് കോളത്തിൻ്റെ മിഡിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോളത്തിൻ്റെ മിഡിൽ നിന്നും 9 mm മൂവ് ചെയ്ത് വേണം ബ്രേസിൻ്റെ സെൻറ്റർ കിടക്കാനായിട്ട്. അത് നമുക്ക് പിന്നീട് നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. നമുക്ക് പൊസിഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, പക്ഷേ പിന്നീട് നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേസ് നമ്മൾ വെച്ചു. ഇനി ഇതേ മെത്തേഡിൽ തന്നെ ബാക്കി ബ്രേസുകളും നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെടുത്തു, നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു. ഇവിടെ നിന്ന് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ചെറിയ ബീം, ഉള്ളിലൊരു ബീം കാണുന്നത്, ഈ ചെറിയ ബീമിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ഈ ബ്രേസ് സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ 2 ബീം കാണുന്നുണ്ട്, ഇവിടെ 2 ബീം, ഈ ബ്രേസ് സെലക്ട് ചെയ്തിട്ട് 3D പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ കാണുന്ന ബ്രേസിൻ്റെ നേരെ മേളിൽ കാണുന്നത് ഈ ചെറിയ ബീമാണ്. ഈ വലിയ ബീം കാണുന്നത് ഈ നടുക്ക് കാണുന്നതാണ്. അത് ആ വ്യൂവിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. നമുക്കൊരു വ്യൂവിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ എല്ലാ വ്യൂവിലും ഇവിടെ ഡെപ്ത്ത്, വിസിബിലിറ്റി ഡെപ്ത്ത് അപ്പ് ആൻഡ് ഡൗൺ 500. അതായത് ഗ്രിഡ് 1-ൽ നിന്നും ഇപ്പം ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ ഗ്രിഡ് 1-ൽ നിന്നും 500 mm മുന്നോട്ടും പുറകോട്ടുള്ള ഒബ്ജക്റ്റുകൾ കാണുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൺട്രോൾ പി തന്നെ ഞെക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഈ നടുക്ക് വലിയ ബീം ഇവിടെ കാണുന്നത്. നമ്മൾ ഡെപ്ത്ത് ഇപ്പോൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. അത് ഡെപ്ത്ത് ഗ്രിഡ് 1 അല്ലേ, ഡെപ്ത്ത് അപ്പ് നമുക്ക് നോക്കാം, ഒരു 200 കൊടുത്ത് നോക്കാം. അപ്പോൾ അത് പോയത് കണ്ടോ. ഓക്കെ, എന്നിട്ട് ഇനി ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്തേ. ഇനി നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ ഈ നേരത്തെ നമ്മൾ പ്ലേസ് ചെയ്ത പോലെ 150 നോക്കി എല്ലായിടത്തും ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ആ 150 മൂവ് ചെയ്ത് വേണം നിങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതുണ്ട്, ഇത് കറക്റ്റായിട്ടില്ല, 150 മൂവ് ചെയ്ത് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഇവിടെ സ്നാപ്പിംഗ് ഉണ്ട്. ഈ സ്നാപ്പിംഗ് കറക്റ്റായിട്ട് ഓൺ അല്ലെങ്കിലും നമുക്ക് സ്നാപ്പിംഗ് പൊസിഷൻ ആ മൂവ് ചെയ്യുന്ന ആക്സസ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ എലിവേഷനിലും പ്ലേസ് ചെയ്യണം. ഇപ്പോൾ ഗ്രിഡ് 1-ൽ പ്ലേസ് ചെയ്തു. ഡിസൈൻ ഡ്രോയിങ്ങിൽ അവരെങ്ങനെ മെൻഷൻ ചെയ്തേക്കുന്നത്, ഇവിടെ കാണിച്ചേക്കുന്ന എലിവേഷൻ 1 and 3, അതായത് ഗ്രിഡ് 1-ഉം 3-ലും ഇതേപോലെ ബ്രേസ് വരുന്നുണ്ട്, ഗ്രിഡ് 2-ലും 4-ലും വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 3D നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചുറ്റിനും ബ്രേസ് ഇതേപോലെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ കംപ്ലീറ്റും പ്ലേസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കിനി മെമ്പർ പ്ലേസ്മെൻറ്റ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കണക്ഷനാണ് വരുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.